ആ കരച്ചിൽ ഒരുപക്ഷെ അവിടെ നിന്ന് ചെല്ലേണ്ട തസ്ബീത്തുകൾക്ക് ഭംഗം വരുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ മരിച്ച ഒരു മയ്യത്തിൻ്റെ മുന്നിൽ വേദനയോടുകൂടെ കരഞ്ഞത് ഇന്നലെയായിരുന്നു. ഒരുപക്ഷെ ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ ഈ ഒരു അനുഭവത്തെ നിങ്ങൾക്ക് വരുത്താൻ ഈ ഉദാഹരണം ഫലപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണപ്പെട്ടത് എൻ്റെ സഹോദരനോ ഏതെങ്കിലും നിലയ്ക്ക് എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവരോ ആയിരുന്നില്ല. ഒരുപക്ഷെ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത 40 വയസ്സിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന എൻ്റെ ഒരു സഹോദരൻ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളുടെ ജനാസയ്ക്ക് മുമ്പിൽ അയാളുടെ ഭാര്യയും അയാൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളുമല്ലാതെ രക്തബന്ധമെന്ന് പറയാൻ അവിടെ അധികം ആളുകളുണ്ടായിരുന്നില്ല. പക്ഷേ വമ്പിച്ച ഒരു ജനാവലി നല്ലൊരു തറവാട്ടിലോ നല്ലൊരു സംഘടനയിലോ സജീവതയോടുകൂടെ ജീവിക്കുന്ന ഒരാളുടെ ഖബറിന് പരിസരത്തും അയാളുടെ മയ്യത്തിന് പിന്നിലും അണിനിരക്കാത്തതിലേറെ ആളുകൾ അവിടെ അണിനിരന്നിരുന്നു. ആ ബന്ധം എന്തിൻ്റെ പേരിലായിരുന്നു? ഒരുപക്ഷെ അവിടെ നിന്ന് മറ്റുള്ളവർ കാണരുതെന്ന് വിചാരിച്ച് എൻ്റെ ദുഃഖത്തെ ഞാൻ അടക്കി പിടിക്കുമ്പോഴും മറ്റുള്ളവർക്കാരാതെ കണ്ണുനീരുകൾ തുടക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതാണ്, എന്നെ കരയിപ്പിച്ചത് എന്താണ്? 6 വയസ്സായ എൻ്റെ മോളായിരുന്നു ആ വെള്ളത്തുണിയിൽ കിടക്കുന്നതെങ്കിൽ ഞാൻ കരഞ്ഞത് എന്തിനെന്ന അർത്ഥം എനിക്ക് മനസ്സിലാകുമായിരുന്നു. എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നനഞ്ഞത് എന്തിനെന്നതിൻ്റെ ഉത്തരം എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. പക്ഷേ ഇസ്ലാമികമായ ഈ ഒരു ജീവിതത്തിൽ മാത്രം ബന്ധപ്പെടുകയും വളരെ വലിയൊരു ആത്മബന്ധം സുഹൃത്തെന്ന നിലക്ക് സ്ഥാപിക്കപ്പെടുകയും ചെയ്യാത്ത എൻ്റെ സഹോദരൻ മരണപ്പെട്ടപ്പോൾ എന്തിനു വേദനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇമാം ബുഖാരി കിതാബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയ ആദ്യ ഭാഗത്തിലുള്ള ഒരു ഹദീസാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതായത്, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ വിശ്വാസത്തിന് ഒരു മധുരമുണ്ട്. ഹലാവത്തുൽ ഈമാൻ. ഹലാവത്ത്, ഹൽവ എന്ന വാക്കിൻ്റെ അർത്ഥം അറബിയിലാണെങ്കിലും ആ വാക്കിൽ ഒരു മധുരത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് എൻ്റെ സഹോദരന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് സഹോദരങ്ങളെ ഈമാനിൻ്റെ മധുരം? ഈമാനിൻ്റെ മധുരം 3 കാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം ലഭിക്കുമെന്നാണ്. അതിലൊരു കാര്യം ഞാൻ പറയട്ടെ സന്ദർഭത്തിന് വേണ്ടി. അൻ യുഹിബ്ബൽ മർഅ, ഒരു മനുഷ്യനെ നാം ഇഷ്ടപ്പെടുന്നു. ഒരു ബന്ധം സഹോദരങ്ങളെ, ഒരു നമ്പർ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിലുണ്ട്. ആ നമ്പർ എന്താണ്? നമ്മുടെ അളിയനായതുകൊണ്ടോ സുഹൃത്തായതുകൊണ്ടോ സഹപ്രവർത്തകനായതുകൊണ്ടോ അധ്യാപകനായതുകൊണ്ടോ ഒന്നുമല്ല ആ വ്യക്തിയുടെ നമ്പർ നമ്മൾ സൂക്ഷിച്ചത്, അയാളെ നമ്മൾ ബന്ധപ്പെട്ടത്. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ആ സ്നേഹത്തിന് മറ്റൊരു പശ്ചാത്തലമില്ല. ആ സ്നേഹം അനുഭവകരമാണ് സഹോദരങ്ങളെ. സ്വാർത്ഥമായ ഈ ലോകത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഒരു സ്നേഹത്തിന് പോലും അനുഭവമുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാം അനുഭവകരമാണ്, അത് വാക്കുകൾക്ക് അതീതമാണ്. അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ 2 ആളുകൾ തമ്മിലുണ്ടാകുന്ന സ്നേഹബന്ധം പോലും വാക്കുകളെ കൊണ്ട് പറഞ്ഞു തരാനാവാത്ത ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തെ ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ മുഖവുരയിൽ എടുത്തു കാണിച്ചത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഏതു വിശേഷണങ്ങളെയും നാം എടുത്തു പരിശോധിക്കുമ്പോൾ ഈ ഒരു വികാരം, ഈ ഒരു അനുഭവം നമ്മളിൽ ജനിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നാം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എവിടെ നമ്മൾ ആലോചിച്ചാലും നമുക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഒരു നിരീക്ഷണം, ഒരു നിയന്ത്രണം ഏതു കാര്യത്തിലും ആവശ്യമാണല്ലോ. എൻ്റെ വീടിൻ്റെ ഏതോ ഒരു ഭാഗത്ത്, ഞാനായിട്ടുണ്ടാക്കിയ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് പണി നടത്തുന്ന സമയത്ത് കല്ലുകൾ എടുത്തു വെച്ച പടവുകാരനിൽ വന്ന ചെറിയൊരു വീഴ്ച, ചുമരിൻ്റെ ചെറിയൊരു വളവ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം പണിയെടുക്കുമ്പോൾ അത് നിരീക്ഷിക്കാൻ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരു തകരാറായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. സഹോദരങ്ങളെ, ഈ സങ്കീർണമായ പ്രപഞ്ചം, ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദേഹത്തും സിരകളിലും തലച്ചോറിലും നടക്കുന്ന നമുക്ക് പോലും പൂർണ്ണമായി നിർവചിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ, ഈ വിശാലമായ ലോകത്തെ ഒരു സൂക്ഷ്മദർശിനിയിലൂടെ ഇവിടെ ഇരുന്ന് സൂര്യന്റെ വലിപ്പത്തിലും ചന്ദ്രനെ വലിപ്പത്തിലും താരഗണങ്ങളുടെ വലിപ്പത്തിലും കാണുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ മഹാപ്രപഞ്ചത്തെ അന്യൂന്നമായി നിയന്ത്രിച്ചു കൊണ്ട് നടക്കുന്ന റഖീബാണ് അല്ലാഹു.
റഖീബ്, എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിയന്ത്രിക്കുന്നവൻ. ഹഫീലാണ് അല്ലാഹു, എല്ലാറ്റിനും കാവലായി, എല്ലാറ്റിൻ്റെയും കാര്യകർത്താവായി, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണവൻ. ഷഹീദാണ് അല്ലാഹു, എല്ലാം അവൻ്റെ കൺമുന്നിലും അവൻ്റെ അറിവിലുമാണ് എല്ലാം നടക്കുന്നത്. സഹോദരങ്ങളെ, അത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് കൊണ്ട് നടക്കുന്ന നാഥൻ എന്നെയും നിങ്ങളെയും ഏറ്റെടുത്താൽ നമ്മുടെ വഴിയിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടാകുമോ സഹോദര? നമ്മുടെ പഠനരംഗത്ത്, ജീവിത രംഗത്ത്, ദാമ്പത്യ രംഗത്ത് എവിടെയെങ്കിലും ഒരു തടസ്സം നിൽക്കാൻ, ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? ആർക്കും പറ്റില്ല. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഏതു കാര്യങ്ങളിലും നമ്മൾ കാണിക്കുന്നതിലേറെ താല്പര്യത്തോടുകൂടെ അവൻ നമ്മുടെ അടുക്കലുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് അല്ലാഹു. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് അല്ലാഹു ഉണ്ട്. അതിനൊരു അനുഭവത്തിന്റെ മറുവശമില്ലേ സഹോദരങ്ങളെ? എപ്പോഴാ തെറ്റ് ചെയ്യുക? ആരുമില്ലാത്തടത്ത്. ആരുമില്ലാത്തിടത്തല്ലേ സഹോദരങ്ങളെ തെറ്റു ചെയ്യുന്നത്? നാലാളുകൾ കാണുക തെറ്റു ചെയ്യാത്തവരാണ് നമ്മൾ പലരും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സ്വകാര്യ ജീവിതത്തിൽ തെറ്റു ചെയ്യുന്നവർ, താൻ ഇന്റർനെറ്റിന്റെ മുന്നിലിരിക്കുമ്പോൾ മറ്റാരും കാണാത്ത സ്ഥലത്ത് റൂമിൽ വാതിലടച്ചുകൊണ്ട് തിന്മയിലേക്ക് പോകുമ്പോൾ, ആരും വരാതിരിക്കുന്ന ക്ലാസ് റൂമിൽ സഹപാഠികൾ എത്തുന്നതിന് മുമ്പ് ഒരു തിന്മയിൽ ഏർപ്പെടുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ കൺമുന്നിൽ തുറന്നു വെച്ച പത്രത്തിൽ വൃത്തികെട്ട ഒരു ചിത്രത്തിൽ മനസ്സിന്റെ തിന്മയെ ആസ്വദിപ്പിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ. ഒരു നിമിഷം ആലോചിക്കൂ, അവിടെ റഖീബായി ഒരാളേ ഉള്ളൂ, അവിടെ ഷഹീദായി ഒരാളേ ഉള്ളൂ. ആ രംഗത്തിനു സാക്ഷിയായി സഹോദരങ്ങളെ അല്ലാഹു മാത്രം. എല്ലാറ്റിനെയും സൂക്ഷ്മമായി വിലയിരുത്തുന്ന അല്ലാഹു മാത്രമുള്ള സമയത്ത് തെറ്റു ചെയ്യുന്നവൻ മറ്റുള്ളവരുള്ളപ്പോൾ തെറ്റു ചെയ്യാതിരിക്കുന്നു. നാം അല്ലാഹുവിനെ അറിഞ്ഞോ സഹോദര? നാം അല്ലാഹുവിനെ മനസ്സിലാക്കിയോ സുഹൃത്തെ? നാം അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയോ? നമ്മുടെ കൂടെ ഇരിക്കുന്ന, കണ്ടാൽ നമുക്കൊന്നും സംഭവിക്കാത്ത, എന്തടോ എന്നൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്തവരെ ഭയപ്പെട്ടപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡിൽ പോലും ഇടപെടാനും ഏതു രംഗത്തും നമ്മുടെ കാര്യത്തെ കൈകാര്യം ചെയ്യാനും പറ്റുന്ന കഴിവുറ്റ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത സർവാധിനാഥനായ നാഥൻ ഒറ്റക്കുമുണ്ടാകുമ്പോൾ, രഹസ്യമായി അവനും നമ്മളും മാത്രം ഇരിക്കുമ്പോൾ നാം തെറ്റ് ചെയ്യുന്നുവെങ്കിൽ നാം മനസ്സിലാക്കാതെ പോയ 3 വിശേഷണങ്ങളുടെ അർത്ഥം ഇതാ ഞാൻ പറയുന്നു. അല്ലാഹു റഖീബാണ്, അല്ലാഹു റഖീബാണ്. ഇരുട്ടിൽ രാത്രി റൂമിൽ ലൈറ്റ് അണച്ചു കടന്നാൽ സുഹൃത്തുക്കളെ, എനിക്ക് എന്നെ കാണാൻ പറ്റുമോ? രാത്രി ഞാൻ ലൈറ്റ് അണച്ചു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് എന്നെ കാണാൻ പറ്റുമോ? എനിക്കെന്നെ കാണാൻ പറ്റാത്തപ്പോഴും എന്നെ കാണുന്നവനാണവൻ. ഞാൻ എന്നെ കാണാത്തപ്പോഴും എനിക്കു സാക്ഷിയായവനാണവൻ. ഞാൻ എന്നെ നിരീക്ഷിക്കാത്തപ്പോഴും എന്നെ മനസ്സിലാക്കിയവനാണവൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, ഒരു ഉപദേശമാണത്. അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങൾ മനസ്സിലാക്കുന്നവർക്കൊരു ഉപദേശം. സുഹൃത്തുക്കളെ, ഇതുവരെ പറഞ്ഞത് നിങ്ങൾ കുറിച്ചു വെച്ചില്ലെങ്കിൽ ഈ ഒരു വാക്ക് മനസ്സിൽ കുറിച്ചു വെക്കൂ. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. സഹോദരങ്ങളെ, ഇതൊരു വലിയ ഓഫറാണ് എനിക്കും നിങ്ങൾക്കും. ഏതെങ്കിലും ഒരു സ്വകാര്യ നിമിഷത്തിൽ നാഥ നീ അറിയുമല്ലോ എന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ? ആ പിന്തിരിഞ്ഞപ്പോൾ നാം അള്ളാഹുവിനെ പരിഗണിച്ചു. അള്ളാഹു നമ്മുടെ ജീവിതത്തെ പരിഗണിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സ്വകാര്യമായ ഇടപാടിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു തിന്മയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും, ഏറ്റെടുക്കും. ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല. അതുകൊണ്ട് സുഹൃത്തെ, സഹോദര, എല്ലാ രഹസ്യങ്ങൾക്കും സാക്ഷിയാകുന്ന ഷഹീദായ, റഖീബായ, ഹഫീലായ അള്ളാഹുവിനെ നീ അറിയുന്നുവെങ്കിൽ ജീവിതത്തിൽ അതൊരു അനുഭവമാകട്ടെ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ രഹസ്യ നിമിഷങ്ങൾ വിശുദ്ധമാകണം. അതിൻ്റെ ഫലം സഹോദരങ്ങൾ ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് അവസരം കിട്ടും. എല്ലാ രഹസ്യങ്ങൾക്കും സാക്ഷിയായി നമുക്ക് പോലും നമ്മെ കാണാൻ പറ്റാത്ത സന്ദർഭത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥൻ്റെ നാമഗുണവിശേഷണങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം പുതിയൊരു മാറ്റമുണ്ടാകും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞൊരു വിശേഷണം വിശുദ്ധ ഖുർആനിൽ. ആരാണ് അള്ളാഹു? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മതലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്.
അള്ളാഹു പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിനെ. അള്ളാഹു ഈ